ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പുഡിംഗ് ആണ്. വളരെ ടേസ്റ്റിയും വളരെ ഈസിയുമായിട്ടുള്ള ഒരു പുഡിംഗ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 150 ഗ്രാം വിപ്പിംഗ് പൗഡർ, 150 ഗ്രാം ഡെസിക്കേറ്റഡ് കോക്കനട്ട്, 200 ഗ്രാം കോക്കനട്ട് മിൽക്ക് പൗഡർ, ആവശ്യത്തിന് ബദാം, ആവശ്യത്തിന് പാല്, കണ്ടൻസ്ഡ് മിൽക്ക്, ക്രീം, ആവശ്യത്തിന് വൈറ്റ് ചോക്ലേറ്റ്, ജലാറ്റിൻ. ഈ ജലാറ്റിനിൽ തണുത്ത വെള്ളം ഒഴിച്ചു വെക്കണം. ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് ഈ ജലാറ്റിൻ ഒന്ന് നമുക്ക് മെൽറ്റാക്കി എടുക്കാം. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു വലിയ ബൗൾ എടുക്കണം. അതിലോട്ട് വിപ്പിംഗ് പൗഡർ ചേർക്കണം. രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. ബീറ്റ് ചെയ്യാം. വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ക്രീം ചേർക്കാം. നമ്മുടെ ബീറ്റിംഗ് കഴിഞ്ഞു. ഇപ്പോൾ മധുരമെല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടും ബദാം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഈ കോക്കനട്ട് നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഇടുന്നു. ബദാം പൊടിച്ചതും നമ്മൾ ഈ പാത്രത്തിലോട്ട് ഇടുന്നു. എടുത്തിട്ടുണ്ട്. ഇത് ഈ മിക്സിലോട്ട് ചേർക്കുന്നു. ഇനി ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് ഈ സൈഡൊക്കെ റെഡിയാക്കി.
ഏകദേശം റെഡിയായി. ഇനി ഇതിലോട്ട് ജലാറ്റിൻ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ജലാറ്റിൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്താൽ മതി. ബാക്കിയുള്ള ജലാറ്റിൻ കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലോട്ടായിട്ട് ഈ പുഡിംഗ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമുക്ക് ബദാം ഗ്രേറ്റ് ചെയ്തതും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ബാക്കിയുള്ള ബാറ്റർ കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് ബാക്കിയുള്ള ബദാമും വൈറ്റ് ചോക്ലേറ്റും മേലെ ഇട്ട് അലങ്കരിക്കാം. രണ്ട് മണിക്കൂറിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്യാണ്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.